ഹലോ നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓണമായതുകൊണ്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വീഡിയോസൊന്നും വന്നില്ല. അപ്പോൾ ഞാൻ ഓണത്തിരക്കിലായിപ്പോയി. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ കുറച്ച് ദിവസങ്ങൾ നമുക്ക് കൃത്യമായി വിനിയോഗിക്കാം. എന്തായാലും ഇന്നത്തെ നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കുന്നു. ഇനി എല്ലാ ദിവസങ്ങളിലും വീഡിയോ കാണും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നു. ഇന്നത്തെ നമ്മളുടെ 15 ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നുള്ളത്. ഇത് സൈക്കോളജിയുടെ വീഡിയോസ് ഇനി വരുന്ന എല്ലാ ദിവസങ്ങളിലും കാണും. അതുകൂടാതെ ബാക്കിയുള്ള വീഡിയോസ് അത് കൂടാതായിരിക്കും ഇടുന്നത്. ഓക്കെ, നമ്മളുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായ അരുൺ സ്വന്തമായി ആഹാരം കഴിക്കാനും വേഷവിധാനം ചെയ്യാനും ശ്രമിക്കുന്നു. എറിക്സന്റെ സിദ്ധാന്തമനുസരിച്ച് അവൻ ഉൾക്കൊള്ളുന്ന ഘട്ടമാണ് സ്വേച്ഛാപ്രതികരണവും സംശയവും, സ്വത്വവും കുറ്റബോധവും, കർമ്മോത്സുകതയും അപകർഷതയും, മുൻകൈയെടുക്കലും കുറ്റബോധവും. ഓക്കെ, ഇത് ഒരു നല്ല കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. അതിനകത്തുള്ള കാരണവും കൂടി ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, പ്രൈമറി സ്കൂൾ എന്ന് തന്നിരിക്കുന്നു. പ്രൈമറി സ്കൂൾ എന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മൾ പൊതുവെ 6 വയസ്സ് മുതൽ ആണ് കണക്കാക്കുന്നത്. എന്നാൽ വേഷവിധാനം, അരുൺ എന്താണ് സ്വന്തമായി ആഹാരം കഴിക്കാനും വേഷവിധാനം ചെയ്യാനും ശ്രമിക്കുന്നു. അതെന്താ? പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ ഈ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് വരുന്ന ഒരു ഐറ്റം, എന്ന് വരുന്ന പ്രവർത്തനങ്ങൾ വരുന്നത് 6 വയസ്സിൻ്റെ അതിനകത്താണോ? അല്ല. 6 വയസ്സിൻ്റെ അതിനകത്താണോ? അല്ല. പിന്നെ ഏതിനകത്താണ് അത് വരുന്നത്? നമുക്ക് ആദ്യം ഉത്തരം പറയാം, എന്നിട്ട് ഈ 2 ചോദ്യങ്ങളുടെ ഉത്തരം പറയാം. ഈ 2 സംശയങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഉത്തരം നമ്മളുടെ ആൻസർക്ക് പ്രകാരമുള്ള ഉത്തരം ഡി, മുൻകൈ എടുക്കലും ഉച്ചബോധവുമാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുകളിലേക്ക് വരാം. പ്രൈമറി സ്കൂള് അല്ല, പ്രൈമറി സ്കൂള് എന്ന് പറയുന്നത്, പ്രൈമറി സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ പറയുന്നത് ഏതാണ്? സ്കൂളിലെ കുട്ടി, അതായത് 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള പ്രായം, അത് ഊർജ്ജസ്വലതയും അപകർഷതയുമാണ്, അല്ലെങ്കിൽ കർമ്മോത്സുകതയും അപകർഷതയുമാണ് വരേണ്ടത്. എന്നാൽ സ്വന്തമായ ആഹാരം കഴിക്കാനും വേഷവിധാനം ചെയ്യാനും ശ്രമിക്കുന്ന കുട്ടി, അതായത് എന്താണ്? പുതിയ കാര്യങ്ങൾ ചെയ്തു നോക്കാനും പരാജയത്തെ നേടാനുമുള്ള കഴിവുകൾ നേടുന്ന കുട്ടി, അത് ഏതിനകത്താണ് വരുന്നത്? മുൻകൈ എടുക്കലും കുറ്റബോധവുമാണ്. അപ്പം ഇതിനകത്ത് ഈ 2 സാധനങ്ങൾ വെച്ചും പറയാം. പ്രായം കൊണ്ടാണ് നിങ്ങൾ കണക്കാക്കുന്നതെങ്കിൽ അതിനെ സി എന്നുള്ള ഉത്തരം നിങ്ങൾക്ക് കണക്കാക്കാം. എന്നാൽ ഇവിടെ ചെയ്ത പ്രവൃത്തി, അതായത് പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു, അതായത് എന്താണ്? സ്വന്തമായി ആഹാരം കഴിക്കുന്നു, വേഷവിധാനം ചെയ്യുന്നു, അത് രണ്ടും പുതിയ കാര്യങ്ങൾ ചെയ്യുകയാണ്. അങ്ങനെ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതേതാണ്? മുൻകൈ എടുക്കലും കുറ്റബോധത്തിലാണ്. 3 മുതൽ 6 വയസ്സ് വരെയുള്ള പ്രീ സ്കൂൾ കുട്ടിയായിട്ടാണ് വരുന്നത്. അപ്പം ഇതിനകത്ത് ഈ ചെയ്ത പ്രവൃത്തിയെ ബേസ് ചെയ്തിട്ടാണ് ആൻസർ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് മുൻകൈ എടുക്കലും കുറ്റബോധവും ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത 2ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ഒരു അനുബന്ധ ചോദകം ഉപയോഗിച്ച് മറ്റൊരു അനുബന്ധനം രൂപപ്പെടുത്തുന്നതിനെ പറയുന്നത് സ്പോണ്ടിനിയസ് റിക്കവറി, എക്സ്റ്റിങ്ഷൻ, സ്റ്റിമുലസ്, ഡിസ്ക്രിമിനേഷൻ, കണ്ടീഷനിങ്ങിലെ ഉയർന്ന ചിന്ത. ഏതാണ്? ഇത്രയും സമയം മതി. ഏതാണ് ഉത്തരം? എന്താണ് ഉത്തരം? കണ്ടീഷനിങ്ങിലെ ഉയർന്ന ചിന്തയാണ്. ഓക്കെ, അപ്പം പാവ്ലോവ്, അതായത് ക്ലാസിക്കൽ കണ്ടീഷനിങ്, അല്ലെങ്കിൽ ഏതാണ് ബിഹേവിയറിസത്തിനകത്ത് പാവ്ലോവ്, തൊണ്ടേക്ക്, ആ ആൾക്കാരുടെ എല്ലാം, സ്കിന്നർ, ഇവരുടെ എല്ലാം രീതി വാക്കുകയാണ്. SR, RS ഇതെല്ലാം നോക്കിക്കൊണ്ട് പോകണം. ഓക്കെ, അതേപോലെ തന്നെ ഇതിനകത്ത് പാവ്ലോവിനെ സംബന്ധിച്ച് എന്താണ്? പുനഃപ്രാപ്തി, കണ്ടീഷനിങ്ങിലെ ഉയർന്ന ചിന്ത, ചോദക സാമാന്യവൽക്കരണം, ചോദക വിവേചനം, ഈ 4 വാക്കുകൾ ഏതാണ്? ഉദാഹരണ സഹിതം പഠിക്കണം. ഉദാഹരണം എന്ന് പറഞ്ഞാൽ ആപ്ലിക്കബിൾ ലെവൽ ഉദാഹരണം, അതായത് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഉദാഹരണം. അതായത് ഉദാഹരണത്തിന് ഇപ്പം പറയുകയാണെങ്കിൽ ഒരു അച്ഛൻ്റെ ശബ്ദം, ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് അച്ഛൻ്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്ന കുട്ടി, എന്താണ്? ചോദക വിവേചനമാണ്. അങ്ങനത്തുള്ള രീതിയിൽ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ തയ്യാറാക്കണം. ഓക്കെ,
അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ് മൂന്നാമത്തെ ചോദ്യം. അധികം സമയം കളയുന്നില്ല, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വൈകാരിക ബുദ്ധിമാപനത്തെ പറ്റി വിശദമായും ആഴത്തിലും പ്രതിപാദിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത് ഓക്കെ ആരാണ്? മതി, ഇതിൻ്റെ ആവശ്യമേ ഇത്ര സമയം അറിയണേ ഉള്ളൂ. IQ-വിനല്ല EQ-വിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞ ആൾ ആരാ? ഗോൾമാൻ, ഡാനിയൽ ഗോൾമാൻ അല്ലേ? ഡാനിയൽ ഗോൾമാൻ ആണ് ഏത് EQ-വിന് എൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞത്, വൈകാരിക ബുദ്ധിയെക്കുറിച്ച് പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നത്. ആ വൈകാരിക ബുദ്ധി എന്ന് വരുന്ന ആ പോർഷൻസ് ഒന്ന് നോക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. പരീക്ഷയിൽ പരാജയപ്പെട്ട സ്വാതി ചോദ്യപേപ്പറിനെ കുറിച്ച് പരാതിപ്പെടുന്നു. താഴെ പറയുന്നവയിൽ ഏത് പ്രതിരോധ തന്ത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്? വിസ്ഥാപനം, പൂർത്തീകരണം, പ്രക്ഷേപണം, താദാത്മ്യത. ഇതൊക്കെ ഡയറക്റ്റ് ചോദ്യമാണ്. ഡയറക്റ്റ് ചോദ്യത്തിനൊന്നും അധികം സമയം എടുക്കല്ലേ. ഓക്കെ, ഇത്ര സമയം മതി. ഏതാണ് ഉത്തരം? പ്രക്ഷേപണം. C ആണ്, പ്രക്ഷേപണമാണ്. അതായത് പ്രക്ഷേപണം എന്ന് പറഞ്ഞാൽ വെച്ചങ്ങ് പിടിച്ചാൽ മതി, പ്രതിയാക്കുക. തൻ്റെ മണ്ടയിലുള്ള കുറ്റം മറ്റൊരാളുടെ മണ്ടയെ കൊണ്ട് വെക്കുന്നതാണ് ഏത്? പ്രക്ഷേപണം. എന്നാൽ എന്താണ്, തൻ്റെ പരാജയ കാരണങ്ങൾ ന്യായവാദത്തിന് അർഹമാക്കുന്നതാണ് ഏത്? യുക്തീകരണം. എന്നാൽ മറ്റൊരാളെ പ്രതിയാക്കുന്ന ഏതാണ്? പ്രക്ഷേപണമാണ്. എന്നാൽ എന്താണ്, അസ്വീകാര്യമായ ആഗ്രഹങ്ങളെ സാമൂഹ്യ അംഗീകാരത്തിലേക്ക് തിരിച്ചു വിടുന്നത്, അതായത് മക്കളില്ലാത്ത വ്യക്തി സമൂഹ വിവാഹം നടത്തുന്നത് ഉദാത്തീകരണമാണ്. ഇനി അനുപൂരണം അല്ലെങ്കിൽ പരിപൂർത്തീകരണം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു രംഗത്തെ പോരായ്മ മറ്റൊരു രംഗം കൊണ്ട് പരിഹരിക്കുന്നതാണ്. അതായത് ഡാൻസിന് വീക്കായിട്ടുള്ള ആൾ അല്ലെങ്കിൽ ആർട്സിന് വീക്കായിട്ടുള്ള ആൾ എന്തോ ചെയ്യുന്നു? പഠനത്തിൽ കൂടുതൽ മികവ് കാണിക്കുന്നു. പഠനത്തിൽ താഴ്ന്നു നിൽക്കുന്ന ആൾ എന്തോ ചെയ്യുന്നു? സ്പോർട്സിനോ ആർട്സിനോ മികവ് കാണിക്കുന്നു. അതാണ് ഇത് അനുപൂരണം അല്ലെങ്കിൽ പരിപൂർത്തീകരണം. പിന്നെ താദാത്മീകരണം അറിയാലോ, തൻ്റെ പോരായ്മകളുടെ പരാജയങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ മറ്റുള്ളവരുടെ വിജയത്തെ ആസ്വാദികരമായിട്ട് കാണുന്നു. അറിഞ്ഞൂടെ? ഉദാഹരണത്തിന് സിനിമാ താരങ്ങളെ അറിയാമെന്ന് പറയുന്നു, പിന്നെ എന്താണ്, ഫുഡ് ടീമിൻ ജയിച്ചെന്ന് പതാക പാറിക്കുന്നു. ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ്. അടുത്ത 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 5ാമത്തെ ചോദ്യം, ആ ഭാഗത്തു നിന്ന് സമായോജന ക്രിയാതന്ത്രങ്ങൾ ഒരു ചോദ്യം മസ്റ്റാണ്. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്ന കുട്ടിയുടെ സ്വയം ബഹുമാനം ഏറ്റവും കുറവ് സ്വാധീനിക്കുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കുട്ടിയുടെ സ്വയം ബഹുമാനം ഏറ്റവും കുറവ് സ്വാധീനിക്കുന്നത്. സോഷ്യൽ മീഡിയയുടെ ഇടപെടൽ, ടീച്ചറുടെ അംഗീകാരം, കൂട്ടുകാരുടെ സാന്നിധ്യം, രക്ഷകർത്ത സ്വാധീനം. ഏറ്റവും കുറവ് ഏതാണെന്നല്ലേ? ഓക്കെ, ഏറ്റവും കുറവ് ഏതിനാണ്? സോഷ്യൽ മീഡിയയുടെ സാന്നിധ്യമാണ്, ഇടപെടലാണ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല. 6ാമത്തെ ചോദ്യം, സ്വന്തം കണ്ണിലൂടെ അല്ലാതെ മറ്റൊരാളുടെ കണ്ണിലൂടെ ലോകത്തെ കാണാൻ കഴിവില്ലായ്മ. കൺസർവേഷൻ, അഹം കേന്ദ്രീകൃതം, വസ്തുസ്ഥൈര്യം, ഇറിവിസിബിലിറ്റി. ഓക്കെ, എന്താണ് ഉത്തരം? അഹം കേന്ദ്രീകൃതം. സ്വന്തം കണ്ണിലൂടെ മാത്രം കാണുന്നത് ആണ് ഏത്? അഹം കേന്ദ്രീകൃതം. 3 മൗണ്ടൻ ടെസ്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? അഹം കേന്ദ്രീകൃതമായി ബന്ധപ്പെട്ടിരിക്കുന്നതല്ലേ 3 മൗണ്ടൻ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം. അടുത്ത ചോദ്യം 6. അടുത്ത 7ാമത്തെ ചോദ്യമാണ്. 7ാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. 7ാമത്തെ ചോദ്യം, പഠനത്തെ സംബന്ധിച്ച ഒരു ഗ്രാഫിൻ്റെ ചിത്രം കാണുക. ചിത്രം അനുസരിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? പഠനം തുടക്കത്തിൽ ഉയർന്നു പോകുന്നു, പിന്നീട് പഠന മികവ് കുറയുന്നു. പഠനം എല്ലായ്പ്പോഴും മെച്ചമായി നീങ്ങുന്നു. C, പഠനം തുടക്കത്തിൽ താഴ്ന്നു പോകുന്നു, പിന്നീട് മെച്ചപ്പെടുന്നു. D, പഠന പുരോഗതി താഴ്ന്നും ഉയർന്നും നീങ്ങുന്നു. പഠനത്തെ സംബന്ധിച്ച് ഈ ഗ്രാഫ് കൊണ്ട് എന്താണ് മനസ്സിലാകുന്നതെന്ന് പറയും. ഓക്കെ, ഇത്ര സമയം മതി. ഇതൊന്ന് ഗ്രാഫ് റീഡിംഗ് അല്ലേ, പ്രത്യേകിച്ചൊന്നുമില്ല. അതാണ്ട് നോക്കിയോ, ഇതാണ്ടെ ആദ്യം പെട്ടെന്ന് അങ്ങ് ഹൈറ്റിലായില്ലേ, പിന്നെ എന്താ ചെയ്യണം? ഇങ്ങനെ പതുക്കെയാണ് പോകുന്നത്. അപ്പോൾ എന്താണ്,
പഠനം എന്താണ്? തുടക്കത്തിൽ ഉയർന്നങ്ങ് പോകുന്നു, പിന്നീട് എന്താണ്? മികവ് കുറഞ്ഞതാണ്, നേരെയല്ല പോകുന്നതാണ്, ഇച്ചിരി താഴോട്ട് പോകുന്നില്ലേ? ഇതാണ്ട് ആ കർവ് കണ്ടില്ലേ? അപ്പോൾ ഉത്തരം എ ആണ്. പഠനം തുടക്കത്തിൽ ഉയർന്നു പോകുന്നു, പിന്നീട് പഠന മികവ് കുറയുന്നു. അടുത്ത 8ാമത്തെ ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏത്? JB വാട്സൺ വ്യവഹാര സമീപകം, പിയാസെ വൈജ്ഞാനിക സമീപകം, ബ്രൂണർ വിശ്ലേഷണ സമീപനം, മാസ്ലോവ് മാനവിക സമീപനം. തെറ്റായ ജോഡി. മതി, ഇത്രയും സമയം മതി. ഓക്കെ, ഏതാണ് തെറ്റ്? തെറ്റ് സി ആണ്. മനോവിശ്ലേഷണ സമീപനത്തിൻ്റെ ആളാരാ? സിഗ്മണ്ട് ഫ്രോയിഡ് ആണല്ലേ? ഫ്രോയിഡാണ് മനോവിശ്ലേഷണ സമീപനത്തിൻ്റെ ആൾ, സിഗ്മണ്ട് ഫ്രോയിഡാണ്. ഓക്കെ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യനുകൾ മാത്രം വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ സാധനങ്ങളുടെ ഡൗട്ടുള്ള ആൾക്കാർ എന്തോ ചെയ്യണം? മനോവിശ്ലേഷണ സമീപനം സിഗ്മണ്ട് ഫ്രോയിഡ് ആണെന്ന് പഠിച്ചു വെക്കുക. ബാക്കിയുള്ള സാധനങ്ങൾ അതേപോലെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്തത് 9ാമത്തെ ചോദ്യമാണ്. 9ാമത്തെ ചോദ്യം. ഒരാൾ പരീക്ഷണ രീതി ഉപയോഗിച്ച് ഉത്കണ്ഠയ്ക്ക് പഠനസിദ്ധിയിലുള്ള സ്വാധീനം പഠിക്കുമ്പോൾ. ഒരാൾ പരീക്ഷണ രീതി ഉപയോഗിച്ച് ഉത്കണ്ഠയ്ക്ക് പഠനസിദ്ധിയിലുള്ള സ്വാധീനം പഠിക്കുമ്പോൾ. ഉത്കണ്ഠ സ്വതന്ത്രപരവും പഠനസിദ്ധി ആശ്രയപരവുമാണ്. ബി. ഉത്കണ്ഠ ആശ്രിതപരവും പഠനസിദ്ധി സ്വതന്ത്രപരവുമാണ്. ശ്രീ. ഉത്കണ്ഠ പഠനസിദ്ധി എന്നിവ ആശ്രിതപരമാണ്. ഡി. ഉത്കണ്ഠ പഠനസിദ്ധി എന്നിവ സ്വതന്ത്രപരമാണ്. ഇത് ഓക്കെ, ഉത്തരം പറയുക. ഓക്കെ, മതി. ഇത് അങ്ങനെ എല്ലാവർക്കും പറ്റും എന്ന് ഞാൻ പറയുന്നില്ല. എനിവേ, എന്തായാലും ഇതിനകത്ത് ഉത്തരം ഉത്കണ്ഠ സ്വതന്ത്രപരവും പഠനസിദ്ധി ആശ്രിതപരവുമാണ് എന്നുള്ള ഉത്തരമാണ് വരുന്നത്. ഓക്കെ, കേട്ടതിന് ഇങ്ങനെ നമ്മളുടെ കയ്യിലില്ലാത്ത ഔട്ട് ഓഫ് സിലബസ് 1-2 ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ. ആ ഒരു കൂട്ടത്തിൽ തന്നെ ചേർത്താൽ മതി. ഓക്കെ, അടുത്ത 10ാമത്തെ ചോദ്യം. അന്തർലീന ഘട്ടം എന്നറിയപ്പെടുന്നത് ആദ്യ ബാല്യം, കൗമാരം, പിൽക്കാല ബാല്യം, ശൈശവം. അന്തർലീന ഘട്ടം എന്നറിയപ്പെടുന്ന ആദ്യ ബാല്യം, കൗമാരം, പിൽക്കാല ബാല്യം, ശൈശവം. ഇത്ര സമയം മതി. പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. ഓക്കെ, ഏതാ ഉത്തരം? എന്താ? പിൽക്കാല ബാല്യമാണല്ലേ? പിൽക്കാല ബാല്യം, സി. പിൽക്കാല ബാല്യമാണ്. എന്താണ് അന്തർലീന ഘട്ടം എന്നറിയപ്പെടുന്നത്? പൊതുവെ പിൽക്കാല ബാല്യമാണ്. ഓക്കെ, അടുത്ത 11ാമത്തെ ചോദ്യമാണ്. ഒരു പ്രത്യേക സമയത്ത് അവരവരുടെ വികാരങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് അവയെ സ്വയം തീരുമാനങ്ങളെടുക്കുന്നതിനുള്ള മാർഗനിർദ്ദേശത്തിന് പ്രയോജനപ്പെടുത്തുക. അവരവരുടെ കഴിവുകളെ യഥാർത്ഥമായി നിർണയിക്കാനാവുക. ഉറച്ച ആത്മവിശ്വാസം വളർത്തുക. ഇത് വൈകാരിക ബുദ്ധിയുടെ സ്വഭാവം വ്യക്തമാക്കുന്ന ഒരു സവിശേഷത. വൈകാരിക ബുദ്ധിയുടെ സ്വഭാവം വ്യക്തമാക്കുന്ന ഏത് സവിശേഷതയിൽ പെടുന്നു? അഹംബോധം, ആത്മനിയന്ത്രണം, അഭിപ്രേരണ, വൈകാരിക താതാത്മ്യം. ഏതാണ്? ഇതിലേതെല്ലാം ഇത് പെടുന്നത്? അഹംബോധമാണല്ലേ? അഹംബോധം അല്ലെങ്കിൽ സ്വഭാവബോധം അല്ലെങ്കിൽ അഹംബോധം ആണിത്. ഇത് ഏതിനകത്തൊക്കെയാണ് വരുന്നത്? ഈ വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊരു 5 പഠിക്കത്തില്ലേ? സ്വബോധം, ആത്മനിയന്ത്രണം, ആത്മചോദകം, അനുതാപ, സഹഭാവം എന്ന് പറഞ്ഞ് പഠിക്കത്തില്ലേ? അതിനകത്തുനിന്ന് വരുന്നതാണല്ലേ ഈ ചോദ്യം. ഓക്കെ, അടുത്ത 12ാമത്തെ ചോദ്യമാണ്. അടുത്ത 12ാമത്തെ ചോദ്യം. ഇന്ദ്രിയങ്ങൾ ശേഖരിക്കുന്ന പ്രാഥമിക അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വ്യക്തമായ അർത്ഥകൽപ്പന നൽകുന്നതാണ് വ്യാഖ്യാനം, പ്രത്യക്ഷണം, യുക്തിചിന്തനം, ഗ്രഹണം.
വ്യാഖ്യാനം, പ്രത്യക്ഷണം, യുക്തിചിന്തനം, ഗ്രഹണം. ഏതാണ് ഇതിനകത്ത് ഉത്തരം? ഉത്തരം ഡയറക്റ്റ് പറയാൻ പറ്റുന്നതാണ് പ്രത്യക്ഷണമാണ് ഉത്തരം. ഓക്കെ, അടുത്തത് 13ാമത്തെ ചോദ്യം. പിയാഷെയുടെ അഭിപ്രായത്തിൽ ഒരാൾക്ക് ചിട്ടയായ പരീക്ഷണങ്ങളിലൂടെ പ്രശ്ന നിർദ്ധാരണം ചെയ്യാൻ കഴിയുന്ന ഘട്ടമാണ് ഐന്ദ്രിയ ചാലക ഘട്ടം, ഊഹന ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം, വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം. നമ്മുടെ പിയാഷെയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. ഇത്ര സമയം മതി. ഇത്ര ഏതാണ്? സി ആണ്, ഔപചാരിക മനോവ്യാപാര ഘട്ടം. പിയാഷെയുടെ വിവിധ ഘട്ടങ്ങൾ, അതിൻ്റെ ഓർഡർ, അതിൻ്റെ വയസ്സ്, അതിനകത്ത് വരുന്ന പ്രധാന സംഭവങ്ങൾ. ഇതേപോലെ ബ്രൂണർ. ഈ 2 സാധനങ്ങൾ എപ്പോഴും പഠിച്ചു വച്ചിരിക്കണം. ഓക്കെ, അടുത്തത് 14ാമത്തെ ചോദ്യമാണ്. 14ാമത്തെ ചോദ്യം. ഒരു ശോധകം എന്തു നിർണ്ണയിക്കാനാണോ ഉദ്ദേശിക്കുന്നത് അത് നിർണ്ണയിക്കാനുള്ള കഴിവ് ശോധനകത്തിനുണ്ടെങ്കിൽ അതാണ് വിശ്വാസ്യത, പ്രായോഗികത, വസ്തുനിഷ്ഠത, സാധുത. വിശ്വാസ്യത, പ്രായോഗികത, വസ്തുനിഷ്ഠത, സാധുത. ഓക്കെ, ഇത്ര മതി. പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ. എന്താണ് ഉത്തരം? ഉത്തരം സാധുതയാണ്. ഓക്കെ, അതായത് എന്താണോ വിലയിരുത്താൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രം വിലയിരുത്തണം. അതായത് ഒരു കുട്ടി സൈക്കിൾ എന്നതിനെക്കുറിച്ച് കുറിപ്പെടാനാണ് കുട്ടിയെ ഉദ്ദേശിക്കുന്നതെങ്കിൽ സൈക്കിൾ എന്നതിൻ്റെ കുറിപ്പ് മാത്രമേ നോക്കാവൂ. അവൻ സൈക്കിൾ എന്നാണ് ഉത്തരം എഴുതേണ്ടത്. അവൻ സൈക്കിളിന് പകരം ഇക്ക എഴുതാതെ സൈക്കിൾ എന്നെഴുതി. അപ്പോൾ ഈ ഇക്ക എഴുതിയില്ല എന്ന് പറഞ്ഞ് ഇതിന് മാർക്ക് കുറയ്ക്കാൻ പാടില്ല, അക്ഷരത്തെറ്റിന് മാർക്ക് കുറയ്ക്കാൻ പാടില്ല. അതായത് അവൻ ആ ആശയം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ആശയം മാത്രമേ നോക്കാവൂ. ഇതാണ് പൊതുവെ പറയുന്നത്. എന്താണ് ഈ വസ്തുനിഷ്ഠത? വസ്തുനിഷ്ഠത എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിവിറ്റി ആണ്. ഒരു ചോദ്യത്തിന് ഒരു ഉത്തരവേ പാടുള്ളൂ. ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം. ഓക്കെ, എന്താണ് വിശ്വാസ്യത എന്ന് പറയുമ്പം വിവരങ്ങൾ കൃത്യവും വ്യക്തവുമായിരിക്കണം. അതിനെയാണല്ലേ വിശ്വാസ്യത എന്ന് പറയുന്നത്. ഓക്കെ, പ്രായോഗികതയൊക്കെ നമുക്കറിയാം. ഓക്കെ, അടുത്തത് അവസാനത്തെ ചോദ്യം. വാക്കുകൾക്ക് മുമ്പേ വസ്തുക്കൾ എന്ന് പറഞ്ഞ ചിന്തകൻ പെസ്റ്റലോസ്റ്റി, മൊണ്ടിസോറി, ഫ്രോബൽ, പിയാഷെ. വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം കേട്ടോ ഇത്. വാക്കുകൾക്ക് മുമ്പേ വസ്തുക്കൾ. ഇത് ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ ഇത് കാണാതെ പഠിച്ചങ്ങ് വെച്ചു. ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഉത്തരം പെസ്റ്റലോസി. ഓക്കെ, എന്തായാലും നമ്മളുടെ ഈ ചോദ്യം കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷമുള്ള ക്ലാസ് ആയതുകൊണ്ട് ചിലപ്പം മിസ്റ്റേക്ക് കാണും. എനിവേ, എന്തായാലും നിങ്ങൾക്ക് വല്ല വിഷയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക. നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ് ഉടനെ തന്നെ, ഇനി സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ക്ലാസ് കാണും. നന്ദി, നമസ്കാരം.